ഹലോ എവ്രി വൺ, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പം ഇന്ന് രാവിലെ തന്നെ വന്ന് കുളിച്ച് സെറ്റായി. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് നോക്കാമേ. പെരുന്നാളായിട്ട് എന്താണ് പറയാനുള്ളത്? പറയാനില്ലേ? ഈദ് മുബാറക്ക് ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ പ്ലേറ്റിൽ നിന്ന് കൈട്ട് മാറ്റിക്കൊണ്ട് പോകും. ഇത് പാലാട, ചിക്കൻ കുറുമ, ഇതെന്തോ ഒരു ഉമ്മയുടെ ചിക്കൻ്റെ പെരട്ട്. പെരട്ട്. ഇത് മട്ടന്റെ കരള്. എല്ലാവർക്കും ഈദ് മുബാറക്ക്. അയ്യേ, ഇതെന്താ പ്രസംഗി? ഇത് മുബാറക്ക്. പെരുന്നാളിന് രാവിലെ അപ്പുറത്തിപ്പുറത്തുള്ള എല്ലാ വീട്ടിലും പോയി ഫുഡ് കഴിക്കില്ല കേട്ടോ. എൻ്റെ പണി ഇവിടെ പച്ചക്കട്ടിയുണ്ട്. സ്പെഷ്യൽ ഇന്ന് ഇത് ബീഫ്, അത് ചിക്കനാ, ചിക്കൻ കറി, ഇത് ബീഫ്. അടുത്ത വീട്ടിലോട്ട് പോകാമേ. ഇന്ന് ബെറോട്ട, അപ്പം, പുട്ട്. പുട്ട് എവിടെ? പുട്ട് കഴിച്ചില്ല, പുട്ട് കഴിച്ചില്ല. കൈസ് ഇവിടെയും ചിക്കൻ കറി, പിന്നെ പായസം. എന്ത് പായസം? സേമിയ. അതിന് ഈദ് മുബാറക്ക് കറി. ഇങ്ങോട്ടില്ലേ വെട്ടത്തോട്ട്? ആ പറ. സുന്ദരി ആയിട്ടുണ്ടല്ലേ ചിക്കുട്ട. എന്റെ മുടി നോക്ക്. ചിരിക്കടാ ഒന്ന്. ഉറങ്ങിപ്പോയി ഗൈസ് പെരുന്നാളായിട്ട് രാവിലെ. ഇന്നലെ ട്രെയിനിൽ വന്നതിൻ്റെ ക്ഷീണം. ട്രെയിനിൽ കുറച്ച് നേരമല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് പോയി റെഡി ആവാം. എന്നെ വിളിക്കാനാ? പുതിയ സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവോ? എല്ലാവർക്കും ഒരു ഈദ് മുബാറക്ക് പറ. ചിരിച്ചോണ്ട് പറ. സ്റ്റുഡിയോന്ന് മേടിച്ച പുതിയ 3 ഷെയ്ഡാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളൊരു യാത്ര പോകാൻ പോവുകയാണ്. യാത്ര ഞങ്ങൾ ഉമ്മയുടെ വീട്ടിൽ പോയിട്ട് വരാം. കുടുംബ വീട്ടിലോട്ട് പോവുകയാണ്. ഉമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. ഗൈസ്, ചുറ്റിന് റബ്ബർ കാടുള്ള വീടാണ് കേട്ടോ ഇത്. ഗൈസ്, ഇത് മിത, ഇത് മിച്ചുക്കുട്ട. ഹായ് കാണിക്കും. ചക്ക പറിക്കാൻ കയറുവാണോ? ഇറങ്ങടാ താഴെ. ആ ചക്കയും കൂടെ പറിച്ചോ. ഞാനും കുർത്തയും പാൻറ്റും വരും. ഇത് നദുവ, ഇത് മിത. ഞങ്ങൾ എല്ലാരും കൂടെ ഒരു കസിന്റെ വീട്ടിലോട്ട് പോവാണ്. അവൻ പറഞ്ഞത് ശരിയാണ്. ഇവിടുത്തെ കാറിൻ്റെ ടയറിൽ ഒരു പാമ്പ് ചുറ്റിയിരുന്നു. അപ്പോൾ പെരുന്നാളായിട്ട് എല്ലാവരും ഒരു പാമ്പിനെ അടിച്ച് കൊല്ലേണ്ടി വന്നു ഗൈസ്. എൻ്റെ എല്ലാ വേലത്തരത്തിനും കൂടെ നിൽക്കുന്ന ആളാണ്. ഒരു ഹായ് പറഞ്ഞ. ഹായ്. ജർമ്മനിലുള്ളൊരു മാമച്ചിയാണിത്. മാഞ്ചൊരു ഹായ് പറ. ഒരു ഫോണ് കണ്ടോ ആണക്ക്? ഇതില് വര മാത്രമേ ഉള്ളൂ. ഇത് നദുവേടതാണ്. അതുവാ, ഈ ഫോണും കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു? അതും അതുകൊണ്ട് ഫോൺ യൂസ് ആകില്ല. Illuminati, and don't you tell me what you think that I can be.
I'm the one at the sail, I'm the master of the sea. ഇത് ഞങ്ങളുടെ ഒരു കസിന്റെ വീടാട്ടോ, പണി നടക്കുന്നേ ഉള്ളേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും വീടിന്റെ പണി ഇന്ന് കാണാൻ വന്നതാ. അതെ, എന്നാ പിന്നെ 2 റൂം തമ്മിൽ കണക്ഷൻ വന്നേരെ. അപ്പോൾ ഈ വീട്ടിൽ പണി നടക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നടക്കാൻ. സ്റ്റെപ്പ് കയറുമ്പോഴൊന്നും വീഴാൻ നോക്കണം. ഞങ്ങൾ കുറേ പിള്ളേരായിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് പിള്ളേർ പറയണത് സുഭാഷിയെന്ന്. ഗൈസ് വ്യൂ നോക്ക്, ഈ ബാൽക്കണി എന്നുള്ള അടിപൊളിയാട്ടാ. ഞങ്ങൾ ഒരു മലയുടെ മണ്ടിൽ പോവാണ്. കൊച്ചാ സ്ഥലത്തിന്റെ പേരെന്താ? മലമേൽപ്പാറ. ഇപ്പൊ സമയം ഒരു 4 മണിയാകാറായിട്ടുണ്ട്. കാണുന്നില്ല. ഇതന്നെ പറ. അന്ന് ടൈം കുറച്ച് ശരിയായില്ല ഗൈസ്, നല്ല വെയിലടിക്കുന്നുണ്ട്. മാമിക്ക് എന്താണ് പറയാനുള്ളത്? ഭയങ്കര വെയിലായി, ഇപ്പൊ 1/2 മണിക്കൂറോടെ ഡിലേ ആക്കി. അപ്പോൾ ആ പാറയുടെ മേലെയാണ് കയറാനുള്ളത്. അപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം അവിടെ കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന്. ഗൈസ് കഷ്ടപ്പാടാണ്, അഡ്വഞ്ചറസ്, അടിപൊളി സ്ഥലമാണ്. കയറാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളി. കയറി വരുന്ന പാറ എങ്ങനെയുണ്ട്? പാറ ഇവന് മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കയറുന്നതിനേക്കാൾ കഷ്ടപ്പെടായിരുന്നു തിരിച്ചിറങ്ങാൻ. അവിടെ എവിടെയൊക്കെ പിടിച്ചും തൂങ്ങിയൊക്കെയാണ് ഇറങ്ങി വന്നത്. പാറയും തിരിച്ചിറങ്ങിയ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാല് പോയി, ലിറ്ററലി കാല് പോയി ഗൈസ്. മുട്ടും മടിച്ച് വീണ് പാറയെന്ന് വീഴാഞ്ഞത് ഭാഗ്യമുട്ടായിരുന്നു. ഇപ്പോഴും ബാക്കിൽ സണ്ണ് നോക്ക്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അല്ലല്ല, 2 കിലോയുടെ അത് എഴുതി വെക്കാൻ പറ. എവിടെയാണ് ലാസ്റ്റ് ഒരു ഐസ്ക്രീം കഴിച്ച് നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു ഗൈസ്. അപ്പൊ നമ്മളിത് തിരിച്ചിറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നൈസ് പ്ലേസ് ആട്ടാ. കൊല്ലത്തുള്ളവരെല്ലാം ഡു വിസിറ്റ്. വിളിക്കടാ വിളിക്കടാ. അയാനും അയാന്റെ ഫ്ലൈറ്റും അവന്റെ കുരുത്തക്കേടും. ലൈറ്റ് ആണോ? ബാക്ക് കാണാൻ പറ്റുമോ? അവ ഒറ്റ അടി വെച്ച് കഴിഞ്ഞു കേട്ടോ തിരിച്ച്. ഞങ്ങളുടെ ഒരു മാമിയുടെ മോൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ പെരുന്നാളായിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ട് അതും കൂടെ അങ്ങ് ആഘോഷിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആദം, ഹാപ്പി ബർത്ത്ഡേ ടു യു. Bless you, may the good God bless you, happy birthday.
അതിനുശേഷം പിന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ളൊരു അടിയായിരുന്നേ അവിടെ. കേക്ക് സെറ്റ് ആവാനായിട്ടുള്ള ടൈം കൊടുക്കാത്തത് കൊണ്ട് അവിയൽ പരിപാടി കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ പെരുന്നാളായിട്ടുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണേ. അപ്പോൾ എല്ലായിടത്തും ഒരു ബൈയും പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്?